രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വൈദ്യപരിശോധനയ്ക്കാണ്, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതിഷേധം അവിടെയുണ്ടോ? ഇല്ല, പ്രതിഷേധം ഇന്നിപ്പോൾ അവിടെയുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കിപ്പം ജയശങ്കറുണ്ട്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രതിഷേധം അവിടെ ഉണ്ടോ? വാഹനം ബ്ലോക്കിലാണ്? ഇല്ല, പ്രതിഷേധമില്ല എന്ന് തോന്നുന്നു. അവിടെ നേരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എയർ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തിറക്കി നേരെ ജയശങ്കർ, വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. പ്രതികരിക്കാൻ തയ്യാറായില്ലല്ലോ അല്ലേ, പതിവ് പോലെ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വാഹനത്തിൽ കയറ്റിയാണ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ഒരു പ്രതികരണം തേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈദ്യപരിശോധന ഉണ്ടാവുക. അതിനുശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കും. ഇന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രാദേശിക അവധിയാണ്. തിരുവല്ല കോടതിയുടെ ചാർജ് പത്തനംതിട്ടയ്ക്കുമാണ്. ഇതിനാലാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്ന് കാര്യമായ പ്രതിഷേധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോൾ ഏതെങ്കിലും യുവജന സംഘടനാ പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധമായി വരുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും തൽക്കാലം രാഹുലിനെ എയർ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കുന്ന ഘട്ടത്തിൽ യാതൊരു ത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. ഈ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടവുമായി ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. എന്തായാലും SIT കസ്റ്റഡി രാഹുലിൻ്റെ ആവശ്യപ്പെടില്ല. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും. നാളെയാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ട ദിവസം നാളെയാണ്. എന്തായാലും രാഹുലുമായി പോലീസ് സംഘം നിലവിൽ തിരിച്ചിരിക്കുകയാണ്. പോലീസ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇന്നുണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇനി ഏതെങ്കിലും സംഘടനകൾ, യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രി പരിസരത്ത് പ്രതിഷേധിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ്. കാരണം രാഹുലിനെ ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ഘട്ടത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. പോലീസിനായി ഈ പ്രതിഷേധക്കാരെ തടയാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. അന്ന് വലിയ തോതിലുള്ള ഒരു ഫോഴ്സിനെ ഇറക്കിക്കൊണ്ടാണ് പോലീസ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചത്. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും പ്രതിഷേധത്തിന്റെ ചൂട് ഏറിയേറി വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവല്ല കോടതി പരിസരത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. രാഹുലിന്റെ തെളിവെടുപ്പ് ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം ഈ ക്ലബ് 7 ഈ ഹോട്ടലിൽ നടത്തിയത് പുലർച്ചെ സമയത്തായിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ എന്നും രാഹുലിനെ ഓരോ ഘട്ടത്തിൽ പോലീസ് പുറത്തിറക്കുമ്പോഴുണ്ടായിട്ടുണ്ട്. ഇന്ന് അതുണ്ടാകുമോ എന്ന് നിലവിൽ വ്യക്തതയില്ല. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നുള്ള സാധ്യതയുണ്ട്. കാരണം DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധം അവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ DYFI മോർച്ചയൊക്കെ ആശുപത്രി പരിസരത്ത് പ്രതിഷേധിച്ചിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു പോലീസ് സന്നാഹം ഇന്നും ഈ രാഹുലിനൊപ്പം ഉള്ളത്. പൊതുവിൽ 100ഓളം പോലീസുകാർ റിസർവായി തന്നെ എയർ ക്യാമ്പിൽ നിലവിൽ ഈ രാഹുലിന്റെ തെളിവെടുപ്പുമൊക്കെ ബന്ധപ്പെട്ട് അവിടെ നിലനിർത്തിയിരുന്നു. അതിലൊരു ഭാഗം പോലീസുകാരെ കൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ രാഹുൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവല്ല കോടതിയിലാണ് ഹാജരാക്കുക അല്ലേ? തിരുവല്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനായിരിക്കുമോ സാധ്യത? ഡോക്ടർ അരുൺ, ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അവധിയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് ഈ പ്രാദേശിക അവധിയാണ് ഇന്ന് ജില്ലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് ഇല്ല. മജിസ്ട്രേറ്റ് കോടതിയുടെ ചുമതല ഈ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റ് കോടതിക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതിയിൽ ഹാജരാക്കും. ആദ്യ ദിവസം രാഹുലിനെ ഹാജരാക്കിയ അതേ ഇടത്തിൽ രാഹുലിനെ ഇന്നും വീണ്ടും കൊണ്ടുപോകും. ആ ഘട്ടത്തിൽ ഈ നിലവിൽ SIT സംഘം കസ്റ്റഡി ആവശ്യപ്പെടില്ല. തൽക്കാലം രാഹുലിനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് തന്നെയാണ് SITയുടെ തീരുമാനം. ഒപ്പം തന്നെ നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ ഒരു തീരുമാനം വന്ന ശേഷം മാത്രമേ ഇനി എന്തായാലും രാഹുലിനെ SIT കസ്റ്റഡിയിൽ വാങ്ങൂ. തൽക്കാലം രാഹുലിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സ്വാഭാവികമായും SIT കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ രാഹുൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ജയിലിലേക്ക് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുള്ളത്. ഇനി കഴിഞ്ഞ തവണത്തെ പോലെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണോ അതോ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്കായി
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കോമ്പൗണ്ടിലേക്ക് രാഹുലുമായിട്ടുള്ള പോലീസ് വാഹനം എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടം വലിയ പ്രതിഷേധ ചൂടാണ് ഓരോ ഘട്ടത്തിലും ഓരോ ഇടത്തും അറിഞ്ഞത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഇതുവരെ പ്രതിഷേധക്കാരൊന്നും രാഹുലിന് മുന്നിലേക്ക് വന്നിട്ടില്ല. പോലീസ് എന്തായാലും പ്രതിഷേധ ചൂട് കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹം 50ലധികം പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സുരക്ഷാ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഈ ഒരു തെളിവെടുപ്പ്. നമുക്കറിയാം ഡോക്ടർ അരുൺ, രാഹുൽ മാങ്കൂട്ടം ആദ്യ 2 ലൈംഗിക പീഡന കേസുകളിൽ കോടതിയെ സമീപിക്കുകയും നിയമവഴികളിലൂടെ അറസ്റ്റ് ഉൾപ്പെടെ തടയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനായില്ല. പോലീസ് അതിവിദഗ്ധമായി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും രാഹുലുമായി പോലീസ് സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്, പ്രതിഷേധം ഉൾപ്പെടെ കണക്കിലെടുത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സംഘത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. വലിയ പ്രതിഷേധം പതിവ് പോലെ ഇന്ന് നമ്മൾ കാണുന്നില്ല. യുമോർച്ചയുടെയോ ഡിവൈഎഫ്ഐയുടെയോ പ്രവർത്തകരില്ല, അവരും പ്രതിഷേധിച്ച് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുള്ള വാഹനം ആശുപത്രി പരിസരത്തേക്ക് വരുന്നു. അരുൺ സോളമൻ കൂടിയുണ്ട്. അരുൺ സോളമൻ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരൊന്നും ഇല്ലല്ലോ അല്ലേ? വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത ഇന്നില്ലെന്ന് തോന്നുന്നു. അരുൺ, കഴിഞ്ഞ 2 തവണത്തെ അപേക്ഷിച്ച് ഇന്ന് വലിയൊരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇന്നിപ്പോൾ ജനറൽ ആശുപത്രി ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ യുവമോർച്ച പ്രതികരിച്ചിട്ടില്ല. രാഹുൽ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മളുടെ മൈക്ക് അവിടെ കാണാം. അവിടെ നമ്മുടെ ജയശങ്കർ. ഡോക്ടർ അരുൺ, ജയശങ്കർ, രാഹുൽ പ്രതികരിക്കുന്നില്ല, രാഹുൽ മിണ്ടുന്നില്ല അല്ലേ? അതെ ഡോക്ടർ അരുൺ, ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് രാഹുലിന് മുന്നിൽ ചോദിച്ചു. പക്ഷേ പതിവ് ചിരി മാത്രമായിരുന്നു രാഹുലിൻ്റെ മറുപടി. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കോടതിയിൽ ഗൗരവമായ കാര്യങ്ങളാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും രാഹുൽ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇന്നെന്തായാലും ഇവിടെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല. എല്ലാം ശാന്തമാണ്, എല്ലാം അണ്ടർ കൺട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. അല്പസമയത്തിനകം രാഹുലിൻ്റെ വൈദ്യപരിശോധന ഇവിടെ ആരംഭിക്കും. ഡോക്ടർ അരുൺ, വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയത്തിനുള്ളിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും. അവിടെ ഇന്ന് തിരുവല്ല കോടതിയുടെ ചാർജ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിക്കാണ് ഉള്ളത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അവധിയായ സാഹചര്യത്തിൽ അതിനുശേഷം എന്താണ് മജിസ്ട്രേറ്റ് പറയുന്നത് എന്നുള്ളതാണ്. ഇന്ന് നേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനായിരിക്കും സാധ്യത. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസിന് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പാസ്വേഡ് നൽകിയില്ല, ലാപ്ടോപ്പ് കണ്ടെടുക്കണം, മൊബൈൽ ഫോണുകളോ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം.